പ്രാർത്ഥന പക്ഷേ ദുനിയാവിൽ വെച്ച് തന്നെ അവന് അല്ലാഹു തആല നൽകിയേക്കാം. ഒരു കാര്യം നമ്മൾ ചോദിച്ചു, ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കിട്ടി, അത് ദുആയുടെ ഉത്തരമാണ്. എന്നാൽ ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ ഉത്തരം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചോദിച്ച കാര്യം അല്ലാഹു പക്ഷേ അവന് കൊടുക്കും, കൊടുത്താൽ അതവന് ഉത്തരമായി സ്വീകരിക്കാം. ചിലപ്പോൾ രോഗിയായി കിടക്കുന്നു, ശിഫയാക്കണേ പ്രാർത്ഥിച്ചു, ശിഫയാകുന്നില്ല, ദുആ വെറുതെയായി എന്ന് പറയാൻ പറ്റൂല. അപ്പം എന്തിനാ അല്ലാഹ് 3 ഓപ്ഷൻ വെച്ചത്? ചോദിച്ചു കൊടുത്താൽ പോലെ. അല്ലാഹുവിന്റെ അടുത്തില്ലേ? ഉണ്ട്. അല്ലാഹുവിന്റെ അടുത്ത് എല്ലാം ഉണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല കൊടുക്കാത്തത്. മറിച്ച് ഈ അടിമയോടുള്ള സ്നേഹം, അടിമയുടെ മസ്ലഹത്ത്, അവൻ്റെ ഖൈറ്, അതെല്ലാം അടിമയേക്കാൾ അറിയുക അള്ളാഹുവിനാണ്. അതുകൊണ്ട് അവൻ എന്താണ് മസ്ലഹത്ത്, അവൻ ഒരു പക്ഷേ മസ്ലഹത്തായി കാണുന്ന ഒന്ന് അവൻ മസ്ലഹത്താകണം എന്നില്ല. ഇപ്പം രോഗം ശിഫയാക്കണമെന്ന് പ്രാർത്ഥിച്ചു, രോഗം ശിഫയാവൽ അവൻ്റെ കാഴ്ചപ്പാടിൽ നല്ല കാര്യമാണ്. പക്ഷെ രോഗിയാക്കി കിടത്തിയതിൽ ചിലപ്പോൾ അല്ലാഹു തആലക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടാകും. ആ ഉദ്ദേശം നടക്കണമെങ്കിൽ അവൻ രോഗിയായി തന്നെ കിടക്കണം. ഹദീസിൽ കാണാം, അല്ലാഹു തആല ഒരു അടിമയെ ഖൈർ ഉദ്ദേശിച്ചു, എന്നവൻ്റെ അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ അവൻ യോഗ്യനല്ല എങ്കിൽ അള്ളാഹു അവന് പരീക്ഷിക്കും. ഫീ മാലിഹി വവലദിഹി, അവൻ്റെ സമ്പത്തിലും അവൻ്റെ സന്താനങ്ങളിലും പരീക്ഷണം നൽകും. സുമ്മ സ്വബ്ബറഹു അലൈഹി, എന്ന് അതിൽ അള്ളാഹു അവനെ ക്ഷമ കൈക്കൊള്ളുന്നവരാക്കി മാറ്റും. എന്നാൽ അതിന് അള്ളാഹു തആല കൂലി കൊടുക്കും. അപ്പം അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ റബ്ബ് പരീക്ഷണം നൽകിയത്. സാമ്പത്തികമായി എന്നും പ്രയാസം, കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ കീപ്പിട്ട് പോവുക, ഒന്നും ബുദ്ധിമുട്ടുകൾ വരിക, ഒന്നും അങ്ങനെ പച്ച പിടിച്ച് വരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു, പല വഴികളും നോക്കി, ബറക്കത്തിൻ്റെ പല മാർഗങ്ങളും തേടി, ഒരുപാട് ആൾ ദുആ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഏത് വഴിക്ക് ഇറങ്ങിയിട്ടും നഷ്ടത്തിലേക്ക് അത് ലാഭത്തിലേക്ക് പോകുന്നില്ല. എന്താ ഇപ്പം പഠിച്ചോ ഇങ്ങനെ, ഞാൻ ഇപ്പം എത്രയൊക്കെ ദുആയിരുന്നു, എന്തത് ശരിയാവാത്തത് എന്ന് വിചാരിക്കണ്ട. ഒരു പക്ഷെ അവന് സമ്പത്ത് കിട്ടിയാൽ അത് ഷർറായിരിക്കാം. ഓൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായി, കച്ചവടം വലുതായി, ഉഷാറായി, വലിയ പൈസക്കാരായി മാറി, അതോടെ പിന്നെ പള്ളിക്കും ഇല്ല, നിസ്കരിക്കാനോ ഇല്ല, ജുമാഴക്കും ഇല്ല, ഒന്നുമില്ല, ദീൻ തന്നെ നിർത്തി, ഒരു പക്ഷെ നിരീശ്വരവാദിയായി അവൻ പിഴച്ചു പോകാനും സാധ്യത ഉണ്ടായേക്കാം. അപ്പം റബ്ബ് തീരുമാനിക്കും, ഓ സ്വർഗത്ത് പോട്ടെ, തൽക്കാലം ദുന്യാവിൽ കുറച്ച് കഷ്ടപ്പാടാണ് നല്ലത്, ഒരു സമ്പത്ത് കൊടുക്കണ്ട. അവന് സമ്പത്ത് കൊടുക്കേണ്ട തീരുമാനിക്കും. ഇവൻ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ സമ്പത്തിനുണ്ടാകുന്നില്ല. അപ്പം ദുആ വെറുതെയായതല്ല, ദുആക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് കൊടുക്കാതിരിക്കുന്നത്. സമ്പത്ത് നൽകണേ പ്രാർത്ഥിക്കുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി മാത്രം മുമ്പിൽ വരുന്നത് അല്ലാഹു തആല അവന് ഉത്തരം നൽകിയത് തന്നെയാണ്, അല്ല ദുആ സ്വീകരിക്കാതെ പോയതല്ല. അങ്ങനെ അടിമയുടെ ഖൈറുകൾ കൃത്യമായി മനസ്സിലാക്കി അവന് എന്താണോ മസ്ലഹത്ത് അത് നൽകാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്.